എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആശ. ഇത് അടീനത്തിൻ്റെ ഒരു വെറൈറ്റി പൂവാണ്. ഞാൻ ഒരു വാട്ടർ സേവിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ചൂട് കൂടി വരികയാണ്, എല്ലായിടത്തും വെള്ളത്തിന് പ്രോബ്ലം വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പം നമുക്ക് അതിന് വേണ്ടി ഒരു ചെറിയ വിദ്യകളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ അടീനത്തിനാകുമ്പോൾ അധികം വെള്ളമൊന്നും വേണ്ട. ഇതാണെങ്കിൽ ഇപ്പം ഞാൻ മേളത്തെ നിലയിലോട്ട് കൊണ്ടുവെക്കാൻ ബാൽക്കണിയിൽ വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും നമുക്ക് മേളിൽ കയറാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ അടീനത്തിന് അധികം വെള്ളമൊന്നും വേണ്ടാത്തത് കൊണ്ട് നമ്മുടെ വീട്ടിൽ സുലഭം എന്ന് വെച്ചാൽ എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പം എല്ലാവരും ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒക്കെ അതിനകത്ത് ഇങ്ങനെ ഒരു സ്പോഞ്ച് പോലുള്ള സാധനങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചിലതിന് വേണ്ടി ഇങ്ങനെ സ്പോഞ്ച് വെച്ച സാധനങ്ങൾ വരും. അപ്പോൾ ഈ സ്പോഞ്ച് എടുത്ത് കളയാതെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് ഇതിലേക്ക് ചുറ്റും വെച്ചാൽ ഈ വെള്ളം ഒഴിക്കുമ്പോൾ അറിയാമല്ലോ സ്പോഞ്ച് എന്താണ് ആ വെള്ളത്തെ പിടിച്ച് അതായത് അബ്സോർബ് ചെയ്ത് വെക്കും അല്ലേ. അപ്പം കുറച്ച് ദിവസത്തിന് ആ വെള്ളത്തിൻ്റെ നനവും കാണും. നമുക്ക് വെള്ളം ഡെയിലി ഒഴിക്കുകയും വേണ്ട. പിന്നെ നമുക്ക് ഇപ്പോൾ ഈ ചൂട് സമയത്ത് മിക്ക വീടുകളിലും വെള്ളത്തിന് പ്രശ്നം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ചൂട് കൂടി വരികയാണ്. അപ്പം ഈ ചെടിയൊക്കെ ഉള്ളവർക്ക് എനിക്കാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും നനയ്ക്കാൻ വെള്ളം വേണം. പക്ഷെ ഇപ്പം ഇതുവരെ ദൈവം സഹായിച്ച് വെള്ളത്തിന് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എപ്പോഴാണ് നമുക്ക് വെള്ളം വറ്റുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ചൂട് അതുപോലെ ഓരോ വർഷവും കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിദ്യ ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ വലിച്ചെറിയുന്നതും അല്ലെ, ഇപ്പം എത്ര ഹരിതകർമ്മസേനക്കാർ വന്ന് വാങ്ങിച്ചാലും അവർക്ക് പൈസ അവർ വേസ്റ്റ് കൊടുത്താലും കൊടുത്തില്ലേലും പൈസ 50 രൂപ എങ്കിലും കൊടുക്കാതെ ആൾക്കാരിട്ട് കത്തിക്കുന്നവരുണ്ട്. ഇതിൻ്റെ പുകകളെല്ലാം ഈ നമ്മുടെ പ്രകൃതിയിലേക്ക് പോയിട്ട് ഇതിനെയാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഈ കേരളത്തിൽ കൂടുതൽ ഇപ്പോൾ ലെൻസിൻ്റെ ക്യാൻസറും ഒത്തിരി ക്യാൻസർ വരുന്നുണ്ട്. അതെല്ലാം ഈ ഇങ്ങനെ പ്ലാസ്റ്റിക്കുകൾ കത്തിച്ച് ഒക്കെ അന്തരീക്ഷത്തിൽ നിന്നും നിലകൊള്ളുകയും അത് വീണ്ടും അത് തിരിച്ച് നമ്മൾ പ്രകൃതി ഉപദ്രവിക്കും തോറും ആ പ്രകൃതി നമുക്കത് തിരിച്ച് തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് എല്ലാ വർഷവും ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, കെടുതികളുണ്ടാകുന്നു. എല്ലാം നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക, മരങ്ങളെ സ്നേഹിക്കുക, വെട്ടി നശിപ്പിക്കാതെ ചെടികളെയും പൂക്കളെയും ഒക്കെ സ്നേഹിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും തണലും ഒക്കെയാണ്. എൻ്റെ ഈ വീട്ടിൽ വലിയ കറണ്ട് ഇല്ല എങ്കിലും ഇരിക്കാൻ പറ്റും. എനിക്ക് കാരണം എന്ന് വെച്ചാൽ ചൂടില്ല. ഞാൻ ശരിക്കും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനാൽ എനിക്ക് സിറ്റൗട്ടിലൊക്കെ നല്ലൊരു കൂളിംഗാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു മെത്തേഡ് ഇതുപോലെ സ്പോഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ കുറച്ച് 1-2 ദിവസമൊക്കെ നിൽക്കും. അതുപോലെ തന്നെ അടീനത്തിന് അധികം വെള്ളം വേണ്ടാത്തത് കൊണ്ട് ഇത് നല്ലൊരു ഐഡിയ ആണ്. അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റായി കളയുന്ന പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം നിറച്ചിട്ട് പിന്നെ സൂചി കൊണ്ടോ പിന്ന് വെച്ചോ 3-4 ഹോളുകൾ ഇട്ടാൽ അത് ഇറക്കി വെച്ചാൽ അതും 2-3 ദിവസത്തേനൊക്കെ ആ വെള്ളം കുറേശ്ശെ വീണ് അതിൽ പദം കിടന്നോളും. വെള്ളത്തിൻ്റെ ഒരു നനവ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വെള്ളം സേവ് ചെയ്യാം. അതുപോലെ തന്നെ എന്നും ഒത്തിരി ചെടികളുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. വെള്ളം പൈപ്പ് വെച്ച് ഒഴിക്കുമ്പോൾ ഒത്തിരി വെള്ളം പോവുകയും ചെയ്യും. ഇതാകുമ്പോൾ നമുക്ക് 1-1.5 2 ദിവസം കൂടുമ്പോൾ ആ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്യണം. അതുപോലെ ഞാൻ വെച്ചേക്കുന്നതാണ് മേളത്തെ നിലയിൽ കുപ്പിയിൽ ഇത് 2 ദിവസത്തിൽ കൂടുതലായി വെള്ളം നിറച്ച് വെച്ചിട്ട് കുറേശ്ശെ വീഴുന്നുണ്ട്. അപ്പോൾ അപ്പോൾ എന്നും നമുക്കിങ്ങനെ വെള്ളം ഒഴിക്കാൻ വേണ്ട അതിനൊരു പച്ചപ്പ് ഉണ്ടായിരിക്കുകയും ചെയ്യും. മേളിൽ എന്നും കയറാൻ വയ്യാത്തവർക്കൊക്കെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ ചെറിയ കുപ്പിയിൽ സ്പോഞ്ച് ഉണ്ടായാൽ അതായാലും മതി. കാരണം എന്ന് വെച്ചാൽ ഈ കുപ്പി വെയിറ്റ് കൊണ്ട് ചിലപ്പം താഴെ പോകാൻ സാധ്യതയുണ്ട്. സ്പോഞ്ച് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇല്ലേ ചെറിയ കുപ്പികൾ ഇതുപോലെ വെക്കണം. കണ്ടോ, കുപ്പിയിലെ വെള്ളം തീരാറായി. ഇത് വെക്കണം. അപ്പം ഇത് നല്ലൊരു ഐഡിയ ആണ്. എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഒരു വീട്ടിൽ പോലും കുപ്പികളില്ലാതില്ല. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ എന്ത് വാങ്ങിച്ചാലും പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് അപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചാൽ വെള്ളമില്ലാത്ത ഈ ഉണക്കത്ത് പിന്നെ
അത് വെള്ളത്തിന് സേവിങ് ചെയ്യാനും പറ്റും. പിന്നെ എന്താണ് നമുക്ക് എന്നും ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ ഇങ്ങനെ മേളിൽ കയറാൻ വയ്യാത്തവർക്കൊക്കെ നല്ലൊരു കാര്യമാണ്. അന്നേരം ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവരും ചെടികൾ വളർത്തുക, പ്രകൃതിയെ സ്നേഹിക്കുക. അപ്പോൾ നമുക്ക് നല്ല വീടിന് ഒരു കൂളിംഗ് ഉണ്ടാവും, നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസവും ശുഭദിനം നേരുന്നു.